സയൻസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഡിഫറൻസിയേഷൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. എന്താണ് ഈ ഡിഫറൻസിയേഷൻ? ഡിഫറൻസിയേഷൻ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വേരിയബിൾ y വിത്ത് റെസ്പെക്ട് ടു എക്സ്. മാത്സിലെ രണ്ട് വേരിയബിളാണ് നിങ്ങൾക്കറിയാം, ഒന്ന് ഇൻഡിപെൻഡൻറ്റ്, ഒന്ന് ഡിപ്പെൻഡൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് എക്സ്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ് y. അപ്പോൾ ഇവിടെ എക്സിൽ വരുന്ന മാറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വേരിയബിൾ എക്സ്, അതുകൊണ്ട് വൈയിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്, വൈയിലുണ്ടാകുന്ന ഒരു മാറ്റത്തെയാണ്, ആ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുക. ഈ ഡിഫറൻസിയേഷൻ്റെ മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു ആദ്യ ക്ലാസ്സുകളിൽ. ചേഞ്ചസ് ഉണ്ടാകുന്നത് എങ്ങനെ, ഓരോ ടേമിനെയും നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, ആ ചേഞ്ചസ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ പഠിച്ചു തീർന്നതാണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ഡിഫറൻസിയേഷനാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷനോട് മറ്റൊരു ഫംഗ്ഷൻ ചേർന്ന് നിൽക്കുമ്പോൾ ഇതിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടേമാണ് എങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് പറയാം, സൈൻ എക്സ് ക്യൂബ്. സൈൻ എന്ന ഒരു ടേമിനോട് എക്സ് ക്യൂബ് ചേർന്ന് നിന്നപ്പോൾ സൈനിന് ഒരു ടേമും എക്സ് ക്യൂബിന് മറ്റൊരു ടേമുമായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിഘടിപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ടേമിനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവും കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷന് നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കണ്ടേ? അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കണക്റ്റഡ് ആണ്. ഇത് ഒരിക്കലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. അപ്പോൾ അതിന് വൈ ഡാഷ് എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എച്ച് ഓഫ് എക്സ്. അതായത് എച്ച് ഓഫ് എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. വീണ്ടും അതാണ് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ജി എന്ന് പറയുന്ന ഫംഗ്ഷനെ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ജി ഡാഷ് എച്ച് ഓഫ് എക്സ് കിട്ടും. ഇനി ആ എച്ച് ഓഫ് എക്സിനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എച്ച് ഡാഷ് ഓഫ് എക്സ് കിട്ടുക. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ. ആദ്യം കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതായത് രണ്ട് ഫംഗ്ഷൻ ചേർന്ന് നിൽക്കുന്നതാണ്, ഒരിക്കലും നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അത് കോമ്പോസിറ്റ് ഫംഗ്ഷനിലൂടെ നമ്മളത് കണ്ടു. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഓൾ ക്യൂബ്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എ പ്ലസ് ബി ഓൾ ക്യൂബ്. എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് വരുമ്പോൾ ഫസ്റ്റ് ടേമിനെ ഫുൾ പവർ കൊടുക്കുന്നു, എ ക്യൂബ് പ്ലസ് കോഎഫിഷ്യൻറ്റ് 3 അവിടെ വരുന്നു, എക്സിൻ്റെ പവർ ഒന്ന് കുറയുന്നു, എയുടെ പവർ ഒന്ന് കുറയുന്നു. അപ്പോൾ 3a² ബി പ്ലസ് 3ab² പ്ലസ് ബി ക്യൂബ്. ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ ഫോം. ആ ഫോമിലേക്ക് നമ്മൾക്കിതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെത്താം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് 3a² x² ബി പ്ലസ് 3ax b² പ്ലസ് ബി ക്യൂബ്. ഇത് അതിൻ്റെ എക്സ്പാൻഷൻ ഫോം കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 3a³ x². ഈ ടേം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എക്സ് ക്യൂബിൻ്റെ പവർ വന്നേക്കുന്നത് എക്സിൻ്റെ പവർ ക്യൂബായതുകൊണ്ട് ആ 3 ആദ്യം എഴുതി, എക്സിൻ്റെ പവർ ഒന്ന് കുറച്ചു, a² കൊടുത്തു. അടുത്ത ടേമിന് എക്സിൻ്റെ പവർ 2 ആണ്, ആ 2 കൊണ്ട് 3യെ മൾട്ടിപ്ലൈ ചെയ്തു, 6 എന്ന് കിട്ടി. 6
എ സ്ക്വയേർഡ് ബി എക്സ് എന്ന് വരുന്നു. ലാസ്റ്റ് ടേം 3ab³ അവിടെ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 ആണ്, 3 മാത്രമായിട്ട് ശേഷിച്ചു. ഇതിന് നമുക്ക് 3a എന്ന് പറയുന്ന ഒരു ടേം കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് അതിനെ പുറത്ത് വലിച്ചാൽ 3a പുറത്ത് വന്നു കഴിയുമ്പോൾ ax + b² എന്ന് വരുന്നു. ഇതാണ് അവസാനം നെറ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഈ റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊന്ന് ഒരു കാര്യം ഒന്നുകൂടി ചിന്തിക്കുക. ax + b³ പവർ 3 അല്ലേ? ആ 3 എഴുതി. ax + bയുടെ പവർ 3 ആയതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ പവർ 2 എത്തി. വീണ്ടും ax + bനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ a മാത്രമായി. ഇതിൽ നിന്ന് ഫൈനൽ ആൻസറിലേക്ക് എത്തി 3a × ax + b². ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ax + b³ ആണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ പവർ ആദ്യം എഴുതുക, 3 എഴുതി. ഇതിൻ്റെ പവർ 1 കുറച്ച് എഴുതി. പിന്നെ ax + bനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് a എന്ന് വന്നു. b കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പോയി. ഇനി ഇതുപോലെ അടുത്ത പ്രോബ്ലത്തിലേക്ക് വരികയാണ്. f(x) = sin x³. അപ്പോൾ sin x³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ cos x³ ആണ്. x³ വീണ്ടും നിങ്ങൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3x². പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. cos x² × 3 cos x³ × 3x². ഒന്നുകൂടെ ഞാൻ പറയാം. sin x³ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ cos x³ കിട്ടും. x³ എന്ന ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3 എഴുതി. എക്സിൻ്റെ പവർ നമ്മളൊന്ന് കുറച്ചെഴുതി. ഇതിൽ നിന്ന് ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു cos x³ × 3x². നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് d/dx ഓഫ് tan √x. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് tan √x ആണ്. ഈ tan √x പോകുമ്പോൾ ടാനിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നറിയണം, √x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നറിയണം. ഈ രണ്ട് ഡെറിവേറ്റീവ്സ് അറിഞ്ഞാലാണ് ഈ പ്രോബ്ലത്തിലേക്ക് വരാൻ പറ്റുക. y = tan √x എന്ന പ്രോബ്ലം എഴുതി. yനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dx = d/dx ഓഫ് tan √x. ടാനിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചേഞ്ചസിലൂടെ ടീച്ചർ പഠിപ്പിച്ചു വെച്ചതാണ് sec² ആണെന്ന്. അപ്പോൾ tan √x-ന് sec² √x എന്ന് വരുന്നു. ഇനി നമ്മളുടെ അടുത്ത ടേം ഏതാണ്? √x. ആ √x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 √x വരും. ഫൈനൽ ആൻസർ sec² √x/2 √x. പ്രോബ്ലം തറാണെന്ന് തോന്നുന്നു. ഞാൻ ഇനി ഒന്നുകൂടെ പറയണോ? tan √x-ൻ്റെ ഡെറിവേറ്റീവ് ആണ്. ടാനിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ sec² √x എന്ന് കിട്ടും. ആ √x-നെ വീണ്ടും നമ്മളൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 √x. ഫൈനൽ ആൻസർ sec² √x/2 √x. നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഇതേ മോഡൽ. y = √tan x. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. √x-ൻ്റെ ഡെറിവേറ്റീവ് അറിയാലോ, 1/2 √x. അതുപോലെ yനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dy/dx എന്ന് വരുന്നു. d/dx ഓഫ് √tan x എന്നതിനെ 1/2 √tan x. ആ √tan x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയതാണ് 1/2 √tan x. ഇനി ആ tan x-ന് വീണ്ടും എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം sec² x ആണ്. ഇതിൻ്റെ ഫൈനൽ ആൻസർ sec² x/2 √tan x. പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. y = √x ചെയ്യുന്ന പോലെ ഇതിന് ചെയ്തു വന്നാൽ 1/2 √tan x എന്ന് കിട്ടി. റൂട്ടിനകത്തുള്ള tan x-നെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ sec² x വരും.
ഈ ടാനിൻ എന്ന പോലെ നമ്മളിവിടെ അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് വരികയാണ്. y ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 2x². ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം. y ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1 മൈനസ് 2x². എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy/dx കിട്ടും. റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ് കിട്ടുന്ന പോലെ 1/2 റൂട്ട് ഓഫ് 1 മൈനസ് 2x². ഇനി ആ റൂട്ടിനകത്തുള്ള 1 മൈനസ് 2x² വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അതാണ് നിങ്ങളിവിടെ കാണുന്ന d/dx ഓഫ് 1 മൈനസ് 2x². ഈ ടേമിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കത് 2 × -2 -4 എക്സിൻ്റെ പവർ ഒന്ന് കുറഞ്ഞു x ആയി. ഇത് രണ്ട് നമുക്ക് കട്ട് ചെയ്യാം. 2ഉം 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ് -2x ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 2x². പ്രോബ്ലം y ഈക്വൽ ടു റൂട്ട് എക്സ് ചെയ്യുന്ന പോലെ ചെയ്തു വരണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/2 റൂട്ട് എക്സ്. അതേപോലെ 1/2 റൂട്ട് 1 മൈനസ് 2x² വന്നു. ആ റൂട്ടിനകത്തുള്ള 1 മൈനസ് 2x² വീണ്ടും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -4x എന്ന് കിട്ടി. ഈ 2ഉം 4ഉം കട്ട് ചെയ്ത് കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് -2x ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 2x². നെക്സ്റ്റ് പ്രോബ്ലം y ഈക്വൽ ടു cos x³ ഇൻറ്റു sin² x⁵5. ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് അറിയണം. y ഈക്വൽ ടു u ഇൻറ്റു v. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy/dx ഈക്വൽ ടു u ഇൻറ്റു d/dx ഓഫ് v പ്ലസ് v ഇൻറ്റു d/dx ഓഫ് u. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ പ്രോഡക്റ്റ് റൂൾ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുക മാത്രമല്ല, ഈ ഓരോ ടേമിനെയും നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തിടുക. ഫസ്റ്റ് ടേമായ cos x³ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d/dx ഓഫ് cos x³ വരും. ഇതിന് ഈ d/dx ഓഫ് cos x³ എന്നത് നെഗറ്റീവ് sin x³ ഇൻറ്റു ഈ x³ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x² എന്ന് വരുന്നു. അങ്ങനെ പ്രോബ്ലം ഈ ടേമിൻ്റെ ഫൈനൽ ആൻസർ -3x² ഇൻറ്റു sin x³. അടുത്ത ടേമായ sin² x⁵5 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷനാണിത്. അതായത് സൈനോട് കൂടി x⁵5 നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോമ്പോസിറ്റ് ഫംഗ്ഷനിലേക്ക് വരും. അപ്പോൾ sin² x⁵5 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ്റെ പവറായ 2 ആദ്യം എഴുതുക. സൈൻ്റെ പവർ ഒന്ന് കുറയ്ക്കുന്നു, x⁵5 എന്ന് എഴുതുന്നു. കൂടാതെ വീണ്ടും sin x⁵5 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x⁵5 എന്ന് കിട്ടും. വീണ്ടും d/dx ഓഫ് x⁵5 എന്ന് എഴുതുക. x⁵5 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5x⁴ എന്ന് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ 5 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്ത് 10x⁵5 ഇൻറ്റു sin x⁵5 ഇൻറ്റു cos x⁴. ഇപ്പോൾ രണ്ട് ടേമിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ രണ്ട് ടേമും പ്രോഡക്റ്റ് റൂളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം. y ഈക്വൽ ടു cos x³ ഇൻറ്റു sin² x⁵5. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഓരോ ടേമിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് ഞാൻ തുടക്കം പറഞ്ഞു. ഇനി ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് cos x³ ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് -3x² ഇൻറ്റു sin x³ എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ വരുന്നത് sin² x⁵5 ആണ്. അപ്പോൾ സൈൻ്റെ പവർ 2 വന്നതുകൊണ്ട് 2 ആദ്യം എടുത്തു. പിന്നെ
അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ 10x⁴ ഇൻറ്റു സൈൻ x⁵ ഇൻറ്റു കോസ് x⁴. ഇനി ആ പ്രോഡക്റ്റ് റൂളിലേക്ക് നമ്മൾ കൊടുക്കണം. y = cos x³ ഇൻറ്റു സൈൻ സ്ക്വയർഡ് x⁵ ആണ്. ഫസ്റ്റ് ഫംഗ്ഷനായ കോസ് x³ ആദ്യം എഴുതുന്നു. ഇൻറ്റു d/dx ഓഫ് സൈൻ സ്ക്വയർഡ് x⁵ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷനായ സൈൻ ക്യൂബ് x⁵ എഴുതി d/dx ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നു. ഇതിനെ പ്രോഡക്റ്റ് റൂളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്മളുടെ ആൻസർ കോസ് x³ ഇൻറ്റു 10x⁴ ഇൻറ്റു സൈൻ x⁵ ഇൻറ്റു കോസ് x⁵. minus 3x² ഇൻറ്റു സൈൻ x³ ഇൻറ്റു സൈൻ സ്ക്വയേർഡ് x⁵ എന്ന് വരും. നെക്സ്റ്റ് പ്രോബ്ലം y = സൈൻ ഓഫ് ax + b ബൈ കോസ് ഓഫ് cx + d. ഈ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ഇതിന് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ കോഷ്യൻ റൂൾ എന്നുള്ളത് ആദ്യം അറിയുക. y = u/v. u/v എന്ന് വരുമ്പോൾ u എന്നത് ന്യൂമറേറ്ററും v എന്നത് ഡിനോമിനേറ്ററുമാണ്. ദെൻ dy/dx = ഡിനോമിനേറ്റർ ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ ഓൾ ബൈ ഡിനോമിനേറ്റർ ഓൾ സ്ക്വയേർഡ്. ഇത് യുവും വിയിലേക്ക് കണക്ട് ചെയ്താൽ y = u/v. ദെൻ dy/dx = v ഇൻറ്റു d/dx ഓഫ് u മൈനസ് u ഇൻറ്റു d/dx ഓഫ് v ഓൾ ബൈ v സ്ക്വയേർഡ്. ഈ ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ന്യൂമറേറ്റർ സൈൻ ax + bയും ഡിനോമിനേറ്റർ കോസ് cx + dയുമാണ്. ആദ്യം കോഷ്യൻ റൂളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. യുവിൻ്റെ സ്ഥാനത്ത് കോസ് cx + dയും വിയുടെ സ്ഥാനത്ത് സൈൻ വിയുടെ സ്ഥാനത്ത് കോസ് cx + dയും യുവിൻ്റെ സ്ഥാനത്ത് സൈൻ ax + bയും നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ dy/dx = ഡിനോമിനേറ്ററായ കോസ് cx + d ഇൻറ്റു d/dx ഓഫ് സൈൻ ax + b മൈനസ് സൈൻ ax + b ഇൻറ്റു d/dx ഓഫ് കോസ് cx + d ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററായ കോസ് cx + d ഹോൾ സ്ക്വയർഡ് എന്ന് എഴുതണം. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ അതേപോലെ തന്നെ എഴുതി. സെക്കൻഡ് ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോസ് ax + bയിലേക്ക് എഴുതി. മൈനസ് ന്യൂമറേറ്ററായ സൈൻ ax + b എഴുതുന്നു. ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ cx + d എന്ന് വരും. അടിയിൽ ഡിനോമിനേറ്ററിന് ഹോൾ സ്ക്വയർ കൊടുക്കണം. ഇവിടെ കോസ് cx + d ഹോൾ സ്ക്വയർഡ് എന്ന ആ ഡിനോമിനേറ്റർ രണ്ട് ടേമിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിലെ കോസ് cx + dയും ഡിനോമിനേറ്റർ ഒരെണ്ണവും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ ഡിനോമിനേറ്റർ ഫുള്ളും സെക്കൻഡ് ടേമിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ അടിയിലുള്ള കോസ് cx + dയെ റെസിപ്രോക്കൽ റിലേഷനിലേക്ക് വലിച്ചാൽ സിക്ക് cx + d എന്ന് കിട്ടും. അങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ a ഇൻറ്റു കോസ് ax + b ഇൻറ്റു സിക്ക്
സി എക്സ് എ പ്ലസ് ഡി പ്ലസ് സി ഇൻറ്റു സൈൻ എ എക്സ് എ പ്ലസ് ബി ഇൻറ്റു ടാൻ. ടാൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സൈൻ ബൈ കോസ് എന്നൊരു ടാൻ ആണ്. അപ്പോൾ ടാൻ സി എക്സ് എ പ്ലസ് ഡി ഇൻറ്റു 1 കോസ് എന്ന് പറയുന്ന ഒരു ടേം കിട്ടി. അതായത് കോസ് സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു കോസ് സൈനിലേക്ക് കൊടുക്കുമ്പോഴാണ് ടാൻ എന്ന് വരുന്നത്. പിന്നെ വീണ്ടും അവിടെ ഒരു 1 സൈൻ നിൽക്കുന്നുണ്ട്, ആ 1 കോസ് നിൽക്കുന്നുണ്ട്. ആ 1 കോസിനെ സീക്ക് എക്സ് എ പ്ലസ് ഡിയിലേക്ക് കൊടുക്കുന്നു. ഇതോടെ നമ്മളുടെ ഈ പ്രോബ്ലം ഇവിടെ പൂർണ്ണമാകുന്നു.